പ്രിയപ്പെട്ടവരെ, ഇത് കാസർഗോഡ് ജില്ലയിലാണ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ മേൽപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ തേനീച്ച കൂട് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ശല്യമാണ്, ആക്രമണം ഉണ്ട്. അതുകൊണ്ടാണ് ഈ കൂടിന് ഇതിടുന്ന് എടുത്തു മാറ്റുന്നത്. അപ്പൊ ഈ തേനീച്ച എന്ന് വെച്ചാൽ അസ്ത്രീനം അപ്പിസ് ഡോർസെറ്റ എന്നാണ്. ഇതിന് പെരുന്തേനീച്ച, കാട്ടുതേനീച്ച, ഭീമൻ തേനീച്ച അല്ലെങ്കിൽ പാറത്തൂക്കൻ അങ്ങനെ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട്. മരങ്ങളുടെ ശിഖരങ്ങളിലും പാറക്കെട്ടുകൾക്ക് താഴെയും കെട്ടിടങ്ങളുടെ അരികിലും ആണ് ഇത് കൂട് കെട്ടുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് അധികവും കൂട് കെട്ടുന്നത്. തേനീച്ചകൾ പൊതുവെ സാമൂഹിക ജീവികളാണ്. ഈ തേനീച്ചകൾ വളരെ ആക്രമണ സ്വഭാവം കൂടിയ ഒരു തേനീച്ചയാണ്. ഇതിന്റെ ആക്രമണം പേരുകേട്ടതാണ്. പരുന്ത് പോലുള്ള ജീവികൾ ഇതിന്റെ ലാർവ, പ്യൂപ്പ ഒക്കെ അതിനെ ഭക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ ചിറകടിച്ച് അതിലെ ഈച്ചകളൊക്കെ മാറ്റിയിട്ടാണ് പരുന്തുകൾക്ക് ഇതിന്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നത്. അപ്പോൾ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഈ ഈച്ചകൾ ഭീഷണിയാണ്. ഈച്ചകൾ പരിസരത്തുള്ള ആളുകളൊക്കെ കുത്താറുണ്ട്. അതുകൊണ്ട് വളരെ പേരുകെട്ട ഭീഷണിയുള്ള തേനീച്ചയാണ് ഇത്. കൂടിന്റെ രൂപകൽപ്പന മറ്റുള്ള അപ്പിസ് വർഗത്തിലുള്ള ഈച്ചകളോട് സാമ്യമാണ്. അപ്പിസ് തേനീച്ചകളുടെ എല്ലാ കൂടുകളും ഏകദേശം ഒരേപോലെയാണ്. ഏറ്റവും മുകളിൽ തേനും തൊട്ടു താഴെ പൂമ്പടിയും അതിന്റെ താഴെ കുഞ്ഞുങ്ങളുമാണ്. കുഞ്ഞുങ്ങൾ വെച്ചാൽ മുട്ടയും ലാർവയും പ്യൂപ്പയും ഒക്കെ ഉണ്ടാകാം. അപ്പൊ തേനിനെ അതിനെ ചിറകടിച്ചിട്ട് അതിലെ ജലാംശം ബാഷ്പീകരിക്കുന്നുണ്ട്. ബാഷ്പീകരിച്ച് ഈ തേൻ വളരെ കാലം കേടുകൂടാതെ നിലനിൽക്കുന്നതാണ്. കാരണം തേനിന്റെ ജലാംശങ്ങളൊക്കെ കളഞ്ഞു ശുദ്ധമായ തേനായതുകൊണ്ട് വളരെ കാലം ആ തേൻ നിലനിൽക്കുന്നതാണ്. ഇതിന്റെ ഒരു കൂട് 500 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ വ്യാസമുണ്ടാകും. കൂടുകൾക്കുള്ളിലെ ഓരോ അറയും ഷഡ്ഭുജാകൃതിയിലാണ് അതിന്റെ അറകൾ നിർമ്മിക്കുന്നത്. ഓരോ തേനീച്ചയുടെയും എല്ലാ അറകൾക്കും ഒരേ വലിപ്പമാണ്. തേൻ നിറക്കുന്നതിനും പൂമ്പടി നിറക്കുന്നതിനും കുഞ്ഞുങ്ങളുള്ളതിനും മുട്ടയിടുന്നതിനും ഒക്കെ ഒരേ വലിപ്പമായിരിക്കും. ഒരു കൂടുണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ ഇടതുടർന്ന് അടുത്തടുത്തായി കുറെ കൂടുകൾ ഉണ്ടാക്കാറുണ്ട്. ചെറിയ ഏതാനും സെന്റിമീറ്ററിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് കൂടുകളുള്ളത്. ഈ കൂടുകളിലെ എല്ലാ ഈച്ചകളും പരസ്പരം മാറിപ്പോകാതെ ഓരോ കൂടുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇത്ര അടുത്തുണ്ടായിട്ടും കൂടുകൾ പരസ്പരം മാറിപ്പോകാറില്ല. കാരണം അതിലെ റാണിയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഫിറോമോൺ എന്ന ഒരു ഗന്ധമാണ്. തേനീച്ചകൾ മനസ്സിലാക്കി ആ കൂട്ടിലേക്ക് തന്നെ പോകുന്നു. കാട്ടുതേനീച്ചയുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഏവർക്കും നന്മകൾ നേരുന്നു. ശുഭം.